തൊഴിലാളികൾ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ശബ്ദമായി കോൺഗ്രസ് എന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച് ആ പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് എന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. മറ്റാരുമല്ല, ഡോക്ടർ പാളയം അശോക്. നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. KSU പോലെയുള്ളൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് പിന്നീട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള സമരങ്ങൾ അവരുടെ നേതൃനിരയിൽ നിന്നുകൊണ്ട് അവരെ നയിച്ചു. എങ്ങനെയായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു ആദ്യ ചവിട്ടുപടി? എവിടെ നിന്നാണ് തുടങ്ങിയത്? 1982 നവംബർ മാസം മുതലാണ് ഞാൻ രാഷ്ട്രീയത്തിൽ കിടക്കുന്നത്. KSUവിലൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ എൻ്റെ കൂട്ടുകാരൻ ഇത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കൂടെ നടന്ന് അവരോടൊപ്പം പ്രവർത്തിച്ച് മുന്നോട്ട് പോയതാണ്. പിൽക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഇലക്ഷൻ ടൈമിലാണ് എല്ലാവരുമായിട്ട് ഒത്തുകൂടുന്നതും എല്ലാവരുമായിട്ട് ഒരു വലിയൊരു ബലം ഉണ്ടാക്കുകയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനു മുമ്പെല്ലാം ഒരേ കോളേജുകളിലും ഇലക്ഷൻ വരുമ്പോൾ KSUവിൻ്റെ ഞങ്ങളൊക്കെ മുന്നിൽ നിന്ന് അവിടെ നമ്മുടെ KSUവിൻ്റെ ഭരണം പിടിച്ചെടുക്കുക, അത് ആ ലക്ഷ്യത്തോട് പോയി. ആ കാലഘട്ടത്ത് KSUവിൻ്റെ ഒരു സുവർണകാലമായിരുന്നു. സുവർണകാലം എന്ന് പറയാൻ KSU എന്ന് പറഞ്ഞാൽ വളരെ ജീവൻ പോരാട്ടം നടത്തിവരുന്ന കാലമാണ്. എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഒരേ മനസ്സോടെ ചിന്തിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് നീങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു ആ സമയം. ആ സമയമാണ് ഒരു ഇലക്ഷൻ വരുന്നത്. ഇലക്ഷൻ ചാൾസ് തിരുവനന്തപുരത്ത് മത്സരിക്കുകയും കൊടിക്കുന്നിൽ സുരേഷ് അടൂർ മത്സരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഞങ്ങൾ ചാൾസിന് ഒരു വോട്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പ്രചരണം ഇവിടെ നടത്തി. അത് വളരെ ശ്രദ്ധയാകർഷിച്ച പ്രചരണമായിരുന്നു. ബക്കറ്റ് പിരിവെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഈസ്റ്റ് പോർട്ട് വരെ ബക്കറ്റ് പിരിക്കുകയും ബാക്കിയുള്ള എല്ലായിടത്തും പ്രചരണം നടത്തുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ആ സമയം. അപ്പോൾ ആ സമയം ഞങ്ങൾ ഒരു ടെമ്പോ നിറയെ പെൺകുട്ടികളും 4-5 ആണുങ്ങളുമായിട്ട് ഞങ്ങൾ പ്രചരണത്തിന് മൊത്തം വഴി തുറന്ന സമയമായിരുന്നു. ഞങ്ങൾ അടൂർ 2-3 ദിവസം ഞങ്ങൾ തങ്ങുകയും അവിടെ നിന്ന് പ്രചരണം വളരെ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അതിനോടൊപ്പം ചാൾസിന് ഇവിടെ വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ നല്ല കിണഞ്ഞ് ശ്രമിക്കുകയും ചെയ്ത ഒരു സമയമായിരുന്നു ആ 87 കാലഘട്ടം. ആ കാലഘട്ടത്താണ് ഞങ്ങൾ ഒത്തൊരുമയുടെ KSUവിൽ നിന്ന് പ്രവർത്തിച്ച് അതിൽ 2 പേരും ഞങ്ങൾ പ്രവർത്തിച്ച 2 MP-മാരും ഇപ്പോഴും ചാൾസ് ഇല്ലെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും പുള്ളി MP ആണ്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഉയർത്തിയ നീലപ്പറവുകൾ എന്ന ലേബലിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. അന്നത്തെ സിറ്റി പ്രസിഡൻ്റായിരുന്നു മണക്കാട് സുരേഷ്. ഞങ്ങൾ എല്ലാവരും അന്ന് കുറേ ചെറുപ്പക്കാരുണ്ടായിരുന്നു. പ്രഫുല്ലകുമാർ, പ്രഫുല്ലചന്ദ്രൻ, ശാസ്ത്രമല സതീഷ്, രഞ്ജിത്ത്, പേരുക്കട നിസാർ, ഇത്തിരി ആൾക്കാർ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഒന്നടങ്കം. ഞാൻ അന്ന് ഇവിടെ വിജയമഹൽ ലോഡ്ജ് എന്ന് പറയുന്ന പാളയത്ത് ലോഡ്ജിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആലോചിക്കാനുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ KSUക്കാർക്ക് എല്ലാം കൂടി ആലോചിക്കാൻ പറ്റിയ സ്ഥലം എൻ്റെ മുറിയാണ്. ആ മുറിയിൽ നിന്നാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കിയതും ആ വലിയൊരു വിജയം ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തത്. അതിനുശേഷം കുറേ നേതാക്കൾ വലിയ നിലയിലെത്തുകയും മറ്റു മുന്നോട്ട് പോയി. ഞങ്ങൾ KSUവിലായിരുന്ന ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ്സിൽ വരികയും യൂത്ത് കോൺഗ്രസ് ഇരിക്കുന്ന സമയത്ത് കുറച്ച് നാൾക്ക് ശേഷം കോൺഗ്രസ്സിൽ വരികയും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വരെ ആയിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് വരികയും കോൺഗ്രസ് വന്നപ്പോഴാണ് ദേശീയവേദി 91 കാലഘട്ടം 90 കാലഘട്ടത്തിൽ ദേശീയവേദിയിൽ നിൽക്കുകയും ദേശീയവേദിയിൽ കൊക്കക്കോളയെ ഒഴിവാക്കൂ, കേര കർഷകരെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു കരിക്ക്, ഒരു ലോഡ് കരിക്ക്, അന്നൊക്കെ കിള്ളിപ്പാലത്തൊക്കെ ഒരു 2 കൊല 3 കൊല വരും, 5 രൂപ ഉണ്ടോ അത് മാത്രമേ ഉള്ളായിരുന്നു. ആ സമയത്ത് ഒരു ലോഡ് കരിക്ക് കൊണ്ട് 4 രൂപയ്ക്ക്, അത് കേരളം ഒട്ടുക്കും പ്രചരണം ഉണ്ടായ 4 രൂപയ്ക്ക് കരിക്ക് വിൽക്കുകയും അത് കേരളത്തിലുള്ള ചെറുപ്പക്കാർക്ക് ഒരു ഉണർവ് പകരുകയും ആ സമയത്ത് എല്ലാവരും എല്ലാ ജില്ലകളിലും ദേശീയവേദിയുടെ പ്രചരണാർത്ഥം കരിക്ക് 4 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു. അത് വലിയ കോളിലൊക്കെ സൃഷ്ടിച്ച സംഭവമായിരുന്നു. അത് ഇവിടെ വന്നിട്ട് ആദ്യം VM സുധീരനാണ് ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത്. ലീഡറൊക്കെ ഇവിടെ വന്ന് നമ്മുടെ അവിടെ നിന്ന് കരിക്ക് വാങ്ങി കൊലക്കണക്കിന് ഗൗളി യാത്രയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. വളരെ വിജയകരമായി മുന്നോട്ട് പോയ ഒരു കാലഘട്ടമായിരുന്നു 90കളിൽ 4 രൂപയ്ക്ക് കരിക്ക് വിറ്റ സമയം. ചെറിയാൻ ഫിലിപ്പ് ചേട്ടൻ, ചെറിയാഞ്ചി എന്ന് വിളിക്കും, ചെറിയാഞ്ചിയും ഞാനും ഒന്നിച്ചാണ് എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നതും പോകുന്നതും. ആ സമയങ്ങളിൽ ജോർജ് മേഴ്സിയറേട്ടൻ, ചെറിയാൻജി, മറ്റു പ്രമുഖ നേതൃത്വ സ്ഥാനിൽ കുറേ ഒത്തിരി നേതാക്കളുമായിട്ടാണ് ഞാൻ 90കളിൽ യാത്ര എല്ലായിടത്തും പോകുന്നത്. അവരുടെ ഒറ്റ മിത്രമാണ് ഞാൻ. എല്ലാവരും ഒരു സ്വന്തം അനുജനെ പോലെ എന്നെ കരുതി മുന്നോട്ട് ഇന്നും ആ ബന്ധം നിലനിന്ന് പോകുന്നുണ്ട്. ഇന്നും ആ ബന്ധത്തിന് ഒരു കുറവില്ല. എല്ലാവരുമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ബന്ധം നിലനിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് കോൺഗ്രസ്സിൽ വരുന്നത് ഇന്ദിരാഗാന്ധി അവരുടെ സ്നേഹത്തോടെയാണ് ഞാൻ വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 82 ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഇന്ദിരാജി ആദ്യമായിട്ട് പ്രസംഗത്തിന് വരികയാണ്. അന്ന് അവിടെ ഞാൻ കുഞ്ഞാണ്, സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. ഞാൻ തൊട്ടടുത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രാവിലെ വെയിൽ വരുന്ന 3 മണിക്കൂർ ലേറ്റായാണ് വരുന്നത്. ഞങ്ങൾ കുട്ടികളായി ഞാനൊക്കെ വെയിൽ കൊണ്ടാണ് ഇന്ദിരാജിയെ കാണാൻ കാത്തുനിന്ന് ഇന്ദിരാജി അന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് കൂടുതലും അറിയത്തില്ല. അന്ന് മലയാളത്തെ വിവർത്തനം ചെയ്ത സ്റ്റീവൻ സാറാണ്. അന്ന് കോൺഗ്രസ് നേതാവ് സ്റ്റീവൻ സാറാണ് അന്ന് വിവർത്തനം ചെയ്തത്. അന്ന് അതിൽ തുടക്കമാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വരികയും ഇന്ദിരാജിയാണ് എൻ്റെ ഹോൾഡ് മോഡൽ. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ധൈര്യം, ഓരോ കാലത്തും അവർ കാണിച്ച ധൈര്യം, ഇന്ത്യയെ ഇത്രത്തോളം വളരാൻ കാണിച്ച ഊർജം ഇന്ദിരാഗാന്ധി അവർകളാണ്. അവർ ചെയ്ത പാതയിലൂടെയാണ് കോൺഗ്രസ് ഇത്ര നിലനിൽക്കുന്നതും. കോൺഗ്രസ് അഭിമാനത്തോടെ പറയാം, ഇന്ദിരാജി എന്ന സ്ത്രീ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പം ചെയ്ത സുവർണ കാലങ്ങൾ എല്ലാം ഓർമ്മിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷമാണ് ഞാൻ കോൺഗ്രസ് വരികയും KSUവിലൂടെ ഇത്ര പദവികളിൽ എത്തുകയും കുറേ നാൾക്ക് ശേഷം ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് വളർന്നു വന്ന സമയത്താണ് ഒരു വ്യാപാര സംഘടന, ഏകോപന സമിതി എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. അതിനുശേഷം വ്യാപാര സമിതി വന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് ആലോചന വന്നത്, ഞങ്ങൾക്കും കോൺഗ്രസ്സിന് ഒരു സംഘടന ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. അന്ന് നേരത്തെ സ്ഥലത്ത് DCC പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അന്ന് ഈ സംഘടന ഉണ്ടാവുന്നത്. അന്ന് എന്നോട് പറഞ്ഞു, ഒരു സംഘടന അശോക് നമുക്കും വേണം, അത് ഇൻട്രസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ ഈ ഓഫീസ് അന്ന് ഞാൻ എടുക്കുകയും അന്ന് മുതൽ ഈ ഓഫീസ് വർക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. ഇന്നും കോൺഗ്രസിൻ്റെ ഈ സംഘടന ഇപ്പോഴും നിലനിന്ന് നല്ല രീതിയിൽ KPCCയുടെ അംഗീകാരത്തോടെ കേരളത്തിൽ 14 ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഒരു ഗാനം എഴുതിയായിട്ട് ആരുമില്ല. അത് 8 ഗാനങ്ങൾ ഞാൻ സംഘടനയ്ക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി 8 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വീഡിയോ ആക്കി എല്ലാ പ്രചരണത്തിനും ഞാൻ നൽകാറുമുണ്ട്. ഇപ്പോഴും നമ്മളുടെ എല്ലാ പരിപാടിക്കും ആ പാട്ട്
എല്ലാം സൂപ്പർ ഹിറ്റുകളായ പാട്ടാണ്. ഒരു ഹിന്ദി പാട്ട് ഡബ് ചെയ്തിട്ടുണ്ട്, തമിഴ് പാട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അതും ചേർത്തുള്ള പാട്ടുകളാണ്. വളരെ ഹിറ്റായി. മലയാളത്തിനായിട്ട് ഹിറ്റായ തമിഴ് പാട്ടാണ്, ഹിന്ദിയും നല്ല ഹിറ്റായ പാട്ടാണ്. ആ നിലയിൽ പോവുകയാണ്. ഇന്നും നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം ബാക്കിയുള്ളതിൽ സംഘടന വഴി ചെയ്യുന്നതാണ്. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നത് സംഘടനയുടെ രീതിയിലാണ് ഞാൻ പോകുന്നതും. ജീവകാരുണ്യ പ്രവർത്തനം ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ ചെയ്യുകയാണെങ്കിൽ പോലും അത് സംഘടനയുടെ ഭാഗമായിട്ടാണ് ഞാൻ പോകുന്നതും. അവർക്ക് എല്ലാ കാര്യങ്ങളിലും വർഷങ്ങൾ കൊണ്ട്, അതായത് ഞാൻ ഏകദേശം ഒരു 20 വർഷം കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ട്. ഞാൻ ആരോടും പറയാറില്ല. ഈ അടുത്ത കാലത്താണ് എല്ലാവരും നിർബന്ധിച്ചത്, എല്ലാവരും അറിയണം, അശോക് ചെയ്യുന്ന കാര്യങ്ങൾ അറിയണമെന്ന് ഈ അടുത്ത കാലത്താണ് എല്ലാവരും അറിയുന്നത്. ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം പുറത്ത് അറിയരുതെന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ഈ അടുത്ത് കുറച്ച് നാൾക്ക് മുമ്പാണ് എല്ലാവരും ഇത് പുറത്തും കൂടെ അറിയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ അൻപ് നിലയം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ഥലമുണ്ട്, പാറശാലയാണ്. അവിടെ പോയപ്പോൾ നമുക്ക് വളരെ ദുഃഖകരമായ കാര്യമാണ് അവിടെ നടന്നത്. ഒരു ടി വി പോലും, കുട്ടികൾ പഠിക്കുന്നിടത്ത് ഒരു ടി വി പോലും അവിടെ ഇല്ല. കുട്ടികൾക്ക് ഒരു ഓണാഘോഷമായിട്ട് കാണുമ്പോൾ ഒരു ടി വി അവർക്ക് അവിടെ ആ സ്ഥലത്തില്ല. കട്ടിലാണെങ്കിൽ ചെറിയ കട്ടിലൊക്കെ ഇട്ടാണ് കുട്ടികളെല്ലാം കിടക്കുന്നതും. വളരെ അത് കഴിഞ്ഞാണ് അൻപ് നിലയം എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തുള്ള വയോധികരായ ആൾക്കാരെ കാണാൻ, അതായത് അമ്മമാരും അച്ഛന്മാരും അവിടെ താമസിക്കുന്നത് കാണുമ്പോൾ ആ പ്രായത്തിൽ അവരെല്ലാം മുമ്പേ എന്തൊക്കെയായിരുന്നു ഞാൻ കേട്ടപ്പോൾ ഞാൻ വളരെ അതിശയിച്ചു പോയി. അവരെന്തായിരുന്നു എന്നല്ല ഞാൻ അന്വേഷിച്ചതാണ്. ഇപ്പോൾ അവർ ഒന്നുമല്ലാതെ അവിടെ സമാധാനപരമായിട്ട് താമസിക്കുന്നു. പക്ഷേ അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ വർഷം കാരുണ്യ ഉദയംകുളങ്ങര കാരുണ്യ ഇതുണ്ടായിരുന്നു. അവിടെ ആണ് എൻ്റെ ഓണ സദ്യ ഞാൻ ഉണ്ടത്. അവിടെ കാരുണ്യയിൽ ഞാൻ ചെന്ന മന്ദബുദ്ധി ഉള്ള ആ കുട്ടികളാണ്. ഒരു അമ്മയ്ക്ക് 2 മക്കളും ഇതുപോലെ ഒന്നും അറിയാൻ പറ്റാത്തൊരു ഒരു സുഖകരമല്ലാത്ത രീതിയിലുള്ളതാണ്. അവരൊക്കെ അമ്മ വളരെ ബുദ്ധിമുട്ടിയാണ് അവരെ ചേർത്ത് പിടിച്ച് ആഹാരം കഴിപ്പിക്കുന്നത്. ഞങ്ങളോട് ഇരുന്നാണ് ചോറ് കഴിച്ചത്. അതൊക്കെ എനിക്ക് വളരെ വേദനകരമായ സംഭവങ്ങളാണ് കാണുന്നത്. ഇന്നും അതെല്ലാം ഓർമ്മിച്ച് ഒരു അകന്തയില്ലാതെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു ആഡംബര ജീവിതം ഞാൻ നയിക്കാറില്ല. എല്ലാവരോടും സാധാരണ രീതിയിലാണ് എല്ലാവരോടും മുന്നോട്ട് പോകുന്നതും. ആഡംബരമായിട്ട് പോകുന്നില്ല. എനിക്ക് ഒരു 1000 രൂപ ഇന്ന് എക്സ്ട്രാ കിട്ടി, ഞാൻ ഇന്ന് ഒരു 500 രൂപ കൊണ്ട് അടിച്ച് പൊളിക്കണം, അങ്ങനെ ചിന്തയില്ല. സാധാരണ ജീവിതം രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ കുടുംബവും അങ്ങനെയാണ്. കുടുംബം സാധാരണ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, ആഡംബരമായിട്ടല്ല പോകുന്നത്. കുട്ടികളായിരുന്നു, അവർ അച്ഛനെ കണ്ടാണ് മറ്റുള്ളവർ പഠിക്കുന്നത്. അതുകൊണ്ട് അവർ അങ്ങനെ കൂടുതലായിട്ട് നീങ്ങാറില്ല. ഈ വ്യാപാരികൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ ജീവിതവും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ആ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്താൻ സാധിക്കുക? ഇന്ത്യയിൽ മുൻകാലത്ത് സുവർണകാലം ഉണ്ടായിരുന്നു. 90, 95, 2000 കാലഘട്ടത്തൊക്കെ കച്ചവടക്കാർക്ക് നല്ല വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ, അവർക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയും, അവർ സന്തോഷകരമായിട്ടാണ് മുന്നോട്ട് പോയത്. പിൽക്കാലത്ത് ഈ കോവിഡ് വന്ന്, കോവിഡിന് ശേഷമാണ് കച്ചവടക്കാർ, വ്യാപാരികൾക്കും വ്യവസായികൾക്കും ദുരിതം അനുഭവിക്കുന്ന കോവിഡിന് ശേഷമാണ്. ആ സമയത്താണ് ഇവിടെ പല ബുദ്ധിമുട്ടും, പല വ്യവസായികളും മരിക്കുകയും പല വ്യവസായികളും തകർന്ന് തരിപ്പണമാവുകയും ചെയ്ത കാലഘട്ടമാണ് കോവിഡ് സമയം. അതിനുശേഷം ഒരു പുനർജീവൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾക്ക് ശേഷം ഇപ്പോഴാണ് ഉണ്ടാവുന്നത്. ഇപ്പോഴും പല വ്യാപാരികളും തകർന്ന് തരിപ്പണമായാണ് മുന്നോട്ട് പോകുന്നത്. പല ആ സമയത്തുള്ള ഈ ബാങ്ക് വായ്പകൾ
അതിലെല്ലാം കൂട്ടുപലിശകൾ, അങ്ങനെയുള്ള ഇതെല്ലാം മുന്നോട്ട് പോയ പല ആൾക്കാരും, എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, തകർന്ന് ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്. ഞാൻ പല ആൾക്കാർക്കും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ തകരരുത്, നിങ്ങൾ പഴയ ഒരു ഉണർവിൽ വരും, നിങ്ങൾ രക്ഷപ്പെടാനുണ്ട്, നിങ്ങൾ തകർന്നു പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന ആ ചിന്ത ഒന്നും ഞങ്ങൾക്ക് വരരുതെന്നുള്ള ഇത്തിരി ആൾക്കാർക്ക് ഉപദേശം കൊടുത്ത വ്യക്തിയാണ് ഞാൻ. പല സ്ഥലങ്ങളിലും പോയി പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, പല ബിസിനസ്സുകാരും ഇപ്പോഴും തകർന്ന് അവർ ബിസിനസ് കഴിഞ്ഞ് ഒന്നുമില്ലാതെ വീട്ടിൽ സാമ്പത്തികമായിട്ട് വീട്ടിൽ പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഇത്തിരി ആൾക്കാർ പല ജില്ലകളിലും ഉണ്ട്. ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് നോക്കാം. എന്നോട് ഈ അടുത്ത കാലത്ത് AK ആൻ്റണി സാർ എന്നോട് പറഞ്ഞു, അശോക, ഇവിടെ തലസ്ഥാനത്ത് എന്താണ് അനുഭവം? ഞാൻ പറഞ്ഞു, സാർ, അരമണിക്കൂറോളം AK ആൻ്റണി സാറോട് സംസാരിച്ച സമയത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ, ഇപ്പോൾ പല സ്ഥാപനങ്ങളും റോഡുകളിൽ നോക്കിയാൽ നമ്മൾ പാസ് ചെയ്ത് പോയാൽ നമുക്ക് കാണാം അടഞ്ഞു കിടക്കുകയാണ്, ഷട്ടറുകൾ അടഞ്ഞു കിടക്കുകയാണ്, പല സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വൻ മാളുകൾ ഇവിടെ വന്ന് കൂടുമ്പോൾ സാധാരണക്കാർ തകർന്ന് തരിപ്പണമാകും. ഇവർ ഹോം ഡെലിവറിയൊക്കെ ചെയ്യുമ്പോൾ സാധാരണക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സാധാരണ ഒരു പലവ്യഞ്ജനക്കട ഇട്ടിരിക്കുന്ന ഒരാളിന് ഒരു ചെറിയ ഒരു ഇത്, നമ്മുടെ വ്യാപാരികളുടെ ഞാൻ ഉപദേശിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ അടുത്തൊരു കച്ചവടം ചെയ്യുന്ന വ്യക്തി നിങ്ങൾ കണ്ടിട്ടാണ് അവർ ആ സ്ഥാപനം അവിടെ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ മാളുകളിൽ ചെല്ലുമ്പോൾ സാധാരണക്കാരെയും കൂടെ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നവരെയും കൂടെ നിങ്ങൾ കണ്ടിട്ട് അവരെ കൂടെ നിങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഈ മാളുകളിൽ പോകുമ്പോൾ സാധാരണക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന അവർ പൂട്ടിയിട്ട് പോവുകയുള്ളൂ. അവസാനം നിങ്ങൾക്കൊരു എമർജൻസിയായിട്ട് ഉപ്പ് വാങ്ങണമെങ്കിൽ കട കാണത്തില്ല, നിങ്ങൾ വീണ്ടും മാളിൽ ചെന്ന് ഉപ്പ് വാങ്ങേണ്ടി വരും. ഇവിടെ ഇരിക്കുന്ന സാധാരണ നിങ്ങളെ തൊട്ട് മുൻമുനയിൽ നിൽക്കുന്ന കടകളെ നിങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ അവരെ സംരക്ഷിക്കുക, നിങ്ങൾ അവരെ രക്ഷപ്പെടുത്തിയാൽ അവരും രക്ഷപ്പെടും, മാളുകളോടൊപ്പം സാധാരണക്കാരും രക്ഷപ്പെട്ടു പോകണമെന്നാണ് ജനങ്ങളോട് എനിക്ക് പറയാനുള്ള അഭിപ്രായം. സർക്കാരിൻ്റെ ഒരു സമീപനം, ഇപ്പോൾ വ്യാപാരികളോടുള്ള സർക്കാർ സമീപനം എന്താണ്? ആ സമീപനം ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ അങ്ങയുടെ തോന്നൽ? മുൻപ് മൻമോഹൻ സിംഗ് സാർ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ കച്ചവടക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, എല്ലാവരും സുവർണ്ണ കാലമായിരുന്നു. ഇപ്പോൾ വന്ന ഈ രണ്ട് തവണ BJP വന്നു. അവർ വന്ന ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു നല്ല രീതിയിൽ അവർ നമുക്ക് സംരക്ഷിക്കും എന്ന് വിചാരിച്ചെന്ന്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ 2-3 ആൾക്കാരെ മാത്രം വലിയ രീതിയിൽ ഊർജത്തോടെ അവർ പൊക്കിക്കൊണ്ടുപോയും മറ്റുള്ളവരെ ഉപയോഗിക്കാതെ അങ്ങ് മാറ്റി നിർത്തുകയും ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള. സംസ്ഥാന ഗവൺമെൻറ് അതേ പാതയിലോട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് പോകുന്നത്. സംസ്ഥാന ഗവൺമെൻറ് വ്യാപാരികളെയും വ്യവസായികളെയും സംരക്ഷിക്കണം എന്നുള്ള ഒരു അഭിപ്രായമില്ല. അവർ പറയുന്നതെന്തോ, അവർ വന്നോട്ടെ, ഞങ്ങൾ സംരക്ഷിക്കും. വന്ന് ഇവിടെ അനുഭവിക്കുന്നത് നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും അറിയുന്നതാണ്. നമ്മൾ വിദേശത്തൊക്കെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ, ഒരു വ്യവസായിക്ക് എന്തെങ്കിലും ഒരു ഇത് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. അവരെത്രത്തോളം കഷ്ടത്തിലാക്കാം, അത്രയും ബുദ്ധിമുട്ടിക്കാം, അതേ നോക്കത്തുള്ളൂ. കാരണം ഇവിടെയുള്ള വ്യാപാരികളും വ്യവസായികളും ഇവിടെ ഒരു സ്ഥാപനം ഒരു വ്യവസായം തുടങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും കൈക്കൂലി കൊടുക്കണം. ഇവർക്ക് കൈക്കൂലിയാണ് അവരെ പ്രധാനം. ഓരോ ആൾക്കാർ പറഞ്ഞ് ഇത്ര രൂപ എന്ന് കൊടുത്താലേ ഇവിടെ നിലനിൽപ്പുള്ളൂ. ഒരാൾക്ക് സ്വന്തമായിട്ട് 1 രൂപ പോലും കൊടുക്കാതെ കച്ചവടം ചെയ്യാൻ പ്രതീക്ഷിക്കേ വേണ്ട. ഇവിടെ മറ്റുള്ള ജില്ലകൾ സംസ്ഥാനം പോലെ അല്ല, ഇവിടെ എല്ലാവർക്കും പണം കൊണ്ട് ഇവർ ആലോചിക്കേണ്ട, ഈ പണം ഞങ്ങൾ അത്യാഗ്രഹമായിട്ട് ഞങ്ങൾ പണം വാങ്ങിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്കിത് വേറെ വഴി കൂടെ പോവുകയുള്ളൂ. നിങ്ങൾക്ക് അസുഖങ്ങൾ വരെയുള്ളൂ. സാധാരണക്കാരെ ദ്രോഹിച്ചിട്ട്, ഒരു വ്യവസായിയെ ദ്രോഹിച്ചിട്ട് നിങ്ങൾ പണം പറ്റുമ്പോൾ
ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതരുത്. ഞങ്ങൾക്ക് നാളുകൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ സാധാരണ ജീവിതം നയിച്ചു പോകാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുമ്പോൾ സർക്കാർ തന്നെ ഇവരെ ഈ ആർത്തി പിടിച്ച് പല ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരും പല സ്ഥലങ്ങളിലും കോർപ്പറേഷൻ ഉൾപ്പെടെ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാവർക്കും പൈസ കൊടുക്കണം. എന്നാൽ അത് ഒരിക്കലും ഇവിടെ ഇല്ലാതിരുന്നാൽ ഇവിടെ ഒരു സുവർണകാലമായിട്ട് മാറും. സർക്കാർ ഒരു ഇൻട്രസ്റ്റ് എടുത്താൽ ഇവിടെ വ്യാപാരികളും വ്യവസായികളും മുന്നോട്ട് പോകും. അവർക്ക് ഒരു ചെറിയൊരു കാര്യം തടസ്സമുണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് അവരെ വേദനിപ്പിക്കാൻ നോക്കാറുള്ളൂ. അത് ഉപേക്ഷിക്കണമെന്ന് സർക്കാരിനോട് എനിക്ക് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ ചെറുപ്പകാലഘട്ടം മുതൽ പാർട്ടിയുടെ എല്ലാ ആവശ്യങ്ങൾക്കും സമയം നോക്കാതെ പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കാതെ അങ്ങേ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഉടനടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ എവിടെയെങ്കിലുമൊക്കെ അങ്ങേ ഒരു സ്ഥാനാർത്ഥിയായി കാണാൻ സാധിക്കുമോ? ചെറുപ്പക്കാലം കുഞ്ഞിലെ മുതൽ ഞാൻ ബിസിനസ് ചെയ്ത് ഞാൻ അധ്വാനിച്ച് എൻ്റെ അച്ഛനോ അമ്മയോ തരുന്ന പൈസ കൊണ്ടല്ല ഞാൻ ജീവിച്ചത്. ഞാൻ വളർന്നു വന്നപ്പോൾ എൻ്റെ KSUവിൽ നിന്നപ്പോൾ എൻ്റെ അധ്വാനത്തിലൂടെ ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ആ സമയത്ത് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത്. ഇന്നും അങ്ങനെയാണ് പ്രവർത്തിച്ചു പോകുന്നത്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും, നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അധ്വാനത്തിലൂടെ കിട്ടുന്ന പൈസ മനസ്സ് സംതൃപ്തിയും കിട്ടും, ഉറങ്ങുമ്പോൾ ഉറക്കവും കിട്ടും, ഉണരുമ്പോൾ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങാനും പറ്റും. അല്ലെങ്കിൽ സ്വസ്ഥതയും സമാധാനവും ആർക്കും കിട്ടത്തില്ല. പിന്നെ ഞാൻ മത്സരിക്കുന്നു. എനിക്ക് കേരളത്തിൽ 14 ജില്ലകളിലും എൻ്റെ കൂടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ അവരെ സംരക്ഷിക്കുക എന്നുള്ള മാത്രമുള്ളൂ. ഞാൻ ഒരു മത്സരത്തിന് ഞാൻ തയ്യാറാവുകയില്ല. എനിക്ക് അതിനോട് ഇപ്പോൾ താല്പര്യവുമില്ല. എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഏതറ്റം വരെ കൊണ്ടുപോകാൻ പറ്റും അവരെ വിജയിപ്പിക്കുക, അവരെ മുന്നിൽ നിർത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. ഞാൻ മത്സരിക്കാൻ താല്പര്യമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്നാണ് തോന്നുന്നത്? KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഒത്തൊരുമയുടെ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ഊർജം കോൺഗ്രസ്സിനുണ്ടാവും. ഇപ്പോൾ കോൺഗ്രസ് ഒരു രീതിയിലും തകരുകയില്ല. കോൺഗ്രസ് വളർന്നു പോകും. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് ഗതിയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത്. CPM ആയിരുന്നാലും CPI ആയിരുന്നാലും അഴിമതിയുടെ കറകൾ മാത്രമേ അവർക്കുള്ളൂ. അഴിമതി എന്തിനും അഴിമതി. പക്ഷേ ഇന്ന് ഇവർ സുവർണകാലമാണ് ഇനി വരാൻ പോകുന്നത്. ഇവർ ഒന്നിച്ച് നല്ല സന്തോഷത്തോടെ നല്ല കാര്യങ്ങൾ കോൺഗ്രസ്സിന് നല്ല ഊർജത്തോടെ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ വളരെ ശക്തിയോടെ കോൺഗ്രസ് തിരിച്ചു വരും, നല്ല ഭൂരിപക്ഷത്തിൽ വരും. അതും നമ്മൾ സെലക്ട് ചെയ്ത് ആൾക്കാരെ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ മാത്രം നിർത്തുകയും അല്ലാതെ കുറേ ആൾക്കാർ മനസ്സിലിരുത്തി ഇത്ര ആൾക്കാർ എനിക്ക് ഇത്ര ആൾക്ക് സീറ്റ് വേണം, ഇത്ര മുൻകാലങ്ങൾ നടന്ന പോലെ ഈ വീതം വയ്പ് അത് ഒഴിവാക്കി കോൺഗ്രസ് ഒന്നേ ഉള്ളൂ, ഇവിടെ ഇതിൽ ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നല്ല ഊർജത്തോടെ കോൺഗ്രസ് വരും എന്നുള്ളത് തീർച്ചയാണ്. പാർട്ടിയിലൂടെ വളരുകയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങ് സ്വാഭാവികമായും അങ്ങയുടെ ആത്മകഥ വരുന്നെന്ന് പറയുന്നു. അപ്പോൾ അത് വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ അനുഭവങ്ങൾ, പാർട്ടിയിലെ അനുഭവങ്ങൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ അതിലുണ്ടാവില്ലേ? ഒന്ന് വിവരിക്കാമോ എന്താണ് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്നുള്ളത്? ഞാനും എൻ്റെ കോൺഗ്രസും എന്നുള്ള എൻ്റെ 82 മുതലുള്ള എൻ്റെ കഥയാണ് ഞാൻ അതിൽ വിവരിക്കുന്നത്. അത് ബുക്കായി ഉടനെ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ അന്ന് 80കളിൽ 90കളിലും കോൺഗ്രസ്സിന് അന്ന് എനിക്ക് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ബന്ധം, അന്ന് മുതലുള്ള പ്രവർത്തനം, ഇന്ന് നിൽക്കുന്ന രീതി, അതെല്ലാം കൂടെ ചേർന്നുള്ളതാണ് ഞാനും എൻ്റെ കോൺഗ്രസ്സും. എല്ലാ രീതിയിലും അത് നല്ല ഊർജത്തോടെ എല്ലാവരും കേട്ട് അത് വായിക്കുമെന്നുള്ള ഉറപ്പോടെ ഞാൻ ആ കഥ തീർത്തു വച്ചിരിക്കുകയാണ്.
മാസങ്ങൾ കഴിഞ്ഞവണ്ണം അത് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ കുറഞ്ഞ ഒരു കാലയളവിനുള്ളിൽ അങ്ങേക്ക് പിന്നെ ഡോക്ടറേറ്റ് ലഭിക്കുന്നു. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പലതരത്തിലുള്ള അവാർഡുകളാണ്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? ഇതൊന്നും എൻ്റെ കഴിവല്ല, എല്ലാം ദൈവം തന്ന കഴിവാണ്. ഞാൻ ഒന്നിനും അകന്ത കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം എനിക്ക് തന്നതാണ്. ഞാൻ ഒരു അവാർഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്ക് തന്ന അവാർഡാണ്, അല്ല ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയതൊന്നുമല്ല. ഈ അടുത്ത കാലത്ത് ഒരു 10 ദിവസങ്ങളുടെ ഇടയിൽ വെച്ചാണ് 2 ഗവർണർമാർ എനിക്ക് അവാർഡ് തന്നത്. ഒന്ന് തിരുവനന്തപുരത്ത് വെച്ച് കേരള ഗവർണർ, പശ്ചിമ ബംഗാൾ ഗവർണറുടെ 2ാമത്തെ അവാർഡ്. അങ്ങനെ 2 അവാർഡ് ഇപ്പോൾ കിട്ടി. അതുപോലെ ഒത്തിരി പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടി. എല്ലാം ചാരിറ്റിയുടെയും അല്ലാതെ ബാക്കിയുള്ള സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കിട്ടിയത്. അതിന് സന്തോഷം എനിക്ക് പറയാനുള്ള ദൈവത്തോടാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് സാമൂഹ്യ പ്രവർത്തനമെന്നും അതിനേക്കാൾ അപ്പുറത്തേക്ക് ചാരിറ്റി പ്രവർത്തനമെന്നൊക്കെയുള്ള പുതിയ മുഖങ്ങൾ നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. ലളിതമാർന്ന ജീവിതം, സാധാരണക്കാർക്ക് വേണ്ടി, സാധാരണക്കാരിൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ശബ്ദമായി ഇപ്പോഴും നിലയ്ക്കാതെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പാളയം അശോക്. ഇന്റർനാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കുമ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു തൊഴിലാളിയാണ് ഇപ്പോഴും അദ്ദേഹം.